നമ്മൾ കുറച്ചുകൂടി മുകളിലേക്ക് നടന്നു വരുമ്പോൾ ഇതാണ് വ്യൂ. നമ്മളിതാ മീനങ്ങാടിയാണുള്ളത്. മീനങ്ങാടി ടൗണിലാണ്. കുമ്പേരി പോകുന്ന റോഡുണ്ട്. അതായത് മീനങ്ങാടിയിൽ നിന്ന് അമ്പലവയൽ പോകുന്ന റോഡാണ്. അമ്പലവയൽ മീനങ്ങാടി റോഡാണ് ഈ കാണുന്നത്. നമ്മൾ അങ്ങനെ വരുമ്പോൾ ഇതാ ഒരു വെയിറ്റിംഗ് ഷെഡ് കാണും. എനിക്ക് തോന്നുന്നു അമ്പലവയലിൽ നിന്ന് ഈ വഴി വരുമ്പോൾ മീനങ്ങാടിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇത് എളുപ്പമെന്നാ. അപ്പോൾ ഈ വഴി നേരെ ലെഫ്റ്റ് എടുത്ത് താഴേക്ക് ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത റോഡാണ്. ഇവിടെ ഗേറ്റിൽ ഒരു സിംഹത്തിൻ്റെ പടം, കടുവയുടെ പടമുള്ള ഒരു ബിൽഡിങ് കാണാം. എന്തോ റിസോർട്ട് എന്തോ തുടങ്ങിയിട്ട് ഇപ്പം ഇല്ല തോന്നുന്നു. ആ ഒരു സംഭവമാണ്. ആ വഴി കയറി ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളിതാ ഇവിടെ വന്ന് നിൽക്കും. ഇവിടുന്ന് ഇതാ ഈ റോഡ് അല്ലെങ്കിൽ ഈ പാറയിൽ കൂടെയും പോവാം. നമുക്കിതിലിങ്ങനെ ഇറങ്ങിപ്പോയാൽ മതി. അപ്പോൾ നമ്മൾ ആ വഴി ഇങ്ങനെ വരുമ്പോൾ ഇതാ രണ്ട് വഴി കൂടെ പോവാം. അപ്പുറത്ത് കൂടെയും പോവാം. അല്ല ഏട്ടാ, അപ്പുറം കോറിയുടെ സൈഡിൽ കൂടെയും പോവാം. അതല്ലെങ്കിൽ ഇതാ ഈ ഇതിലല്ലേ? ഓക്കെ, ഇതൊരു തോടാണ്. ഈ തോടിൻ്റെ ഇതിലൂടെ ഈ വഴിയും കയറി പോവാം. നമുക്ക് ജസ്റ്റ് ഇതിലൂടെ പോയി നോക്കാം. ഓക്കെ, നമുക്ക് ആ ഏട്ടനാണ് വഴി പറഞ്ഞു തന്നെ. ഓക്കെ, ജസ്റ്റ് ഇതിലൊന്ന് പോയി നോക്കി നോക്കാം. മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ എന്തായാലും എൻ്റെ ചെരുപ്പ് ഇവിടെ അഴിച്ചിട്ടിട്ട് കയറാൻ പോകും. ഇത് ജസ്റ്റ് കയറിയിട്ടാണ് പോവുക. ഞാൻ കയറിയിട്ട് വീട്ടോളൂ. അവിടെ നിന്ന് ഈ പാറയാണ് നമ്മളിവിടെ നടന്നിങ്ങനെ കയറിയത്. ആ നൈസായിട്ട് നടന്നു കയറാം. ചെറിയ സ്ലോപ്പേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനുശേഷം നമ്മളിതാ ഇതിലൂടെ നേരെ ആ കാണുന്ന കുന്നിൻ്റെ അരികു പിടിക്കുകയാണ് വേണ്ടത്. ഇതിന് ആറാട്ടുപാറ എന്നൊരു പേരുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഓക്കെ, ആറാട്ടുപാറ എന്നാണ് ഇതിന് പറയുന്നൊരു പേര്. ഓക്കെ, ഈ അരികു വിട്ട് നമ്മൾ കുറച്ചും കൂടി മേലേക്ക് കയറുക. ഇവിടെ ലാൻഡ്മാർക്ക് പറയാനൊന്നുമില്ല, ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ട് ഒരു ചെറിയ ഗുഹാ കവാടമൊക്കെ പോലെ ഇതിങ്ങനെ ഉള്ളിലേക്ക് വരണം. ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കയറൊക്കെ ദ്രവിച്ച് അവശിഷ്ടമായി കിടക്കുന്നതാണ്. ഇതിൻ്റെ ഇങ്ങോട്ടാണ് കയറേണ്ടത്. അപ്പോൾ മാക്സിമം നോക്കിയിട്ട് കയറാം. ഈ കയറിൽ പിടിക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ കയർ പോയതാണ്. ചെടികളിലൊക്കെ പിടിച്ച് മെല്ലെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതാ ഒരടിപൊളി സെറ്റപ്പാണ്. ഇതിലൂടെയാണ് നമ്മൾ കയറേണ്ടത്. കണ്ടോ, ഇടുക്കാണ്. ഇടുക്ക് കൂടെ മെല്ലെ സ്റ്റെപ്പ് വെച്ച് കയറി പോവാ. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ അത്. ഒരു മുന്നോട്ട് വന്നിട്ടല്ലേ ഒരു പാറ ചെരിഞ്ഞ് നിൽക്കുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് പോകേണ്ടത്. നമ്മളിതാ ഇവിടെ നിന്ന് വന്നു. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകണം. ഇടയ്ക്ക് പാറ രണ്ട് മതിലുകൾക്കിടയിലൂടെ പോകുന്ന പോലെ നല്ല രസമാണ്. ഇങ്ങനെ വേണം പോകാൻ. അപ്പുറം ഇപ്പുറയും പാറയാണ്. ഇങ്ങനെ പിടിച്ച് പോകണം. രസമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിതാ ഈ ഇടുക്ക് കൂടെയാണ് വന്നത്. ചൂട് മുന്നോട്ട് ഇങ്ങനെ നടന്ന് കയറാവുന്ന സെറ്റപ്പ് ആവുക ഉണ്ടല്ലേ. ഓക്കെ, ഈ വഴി മേലോട്ടാണ് പോകണ്ടേ. ഇതിലാണ് നമ്മൾ വന്നത്. ഈ അടുത്ത സൈഡിൽ കൂടെ അടുത്തരാ അവിടെ പോയിട്ട് ഈ രണ്ട് പാറേൻ്റെ ഇടുക്ക് കൂടെയാണ് നമ്മൾ വന്നത്. ആ പാറേൻ്റെ ഈ പാറേൻ്റെ ഇടുക്ക് കൂടെയാണ് നമ്മൾ ഇങ്ങനെ വന്ന് ഇതിലേക്ക് കയറി ഇനി അങ്ങോട്ട് പോകണം. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് വെച്ചാൽ ഇതാണ്. ഇതിനകത്ത്
ആ മുന്നേ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളകപ്പാറ. ഞാൻ കൊളകപ്പാറ ഹില്ല് കയറുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണാൻ സാധിക്കുന്നവരൊക്കെ പോയി കാണുക. കൊളകപ്പാറയാണത്. പിന്നെ ആ കാണുന്നത് ഫാൻറ്റം റോക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും ആ കാണുന്നത് ഫാൻറ്റം റോക്ക് ആയിരിക്കണം. എന്തായാലും മേലെ പോയിട്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഈ മൂടിയിരിക്കുന്നത് ചെമ്പ്ര പീക്കാണ്. ഇത് മണിക്കുന്ന് മല. തൊട്ടപ്പുറം ഇതാണ് മുട്ടിൽമല. മുട്ടിൽമല കയറുന്നൊരു വീഡിയോ ഉണ്ട്, അതും മാക്സിമം എല്ലാവരും ചാനലിൽ കയറി കാണാൻ ശ്രമിക്കണം. നമ്മൾ കുറച്ചുകൂടി മുകളിലേക്ക് നടന്നു വരുമ്പോൾ ഇതാണ് വ്യൂ. നമുക്കിങ്ങനെ ഇതിലൂടെ മേലേക്ക് പോവാം. വൻ വ്യൂ ആട്ടോ, നല്ല രസമാണ് ഇവിടെ എത്തിക്കുന്നത്. ഈ ചെമ്പ്രമലേനെ മേഘങ്ങൾ പോയി ഇടിച്ച് നിൽക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ആ കാണുന്നത് കടുവപ്പാറയാണെന്നാണ് തോന്നുന്നത്. അത് അമ്പലവയലിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടേക്ക് അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാറില്ല. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു മനോഹരമായ സ്ഥലമാണ്. ഇവിടെ നമുക്ക് പാറയിൽ ശരിക്കും വെള്ളം കുത്തി ഒളിച്ചിട്ട് വന്ന പാടുകളൊക്കെ കാണാൻ കഴിയും. ഞാനിവിടെ കുറച്ച് നേരം ഇരുന്ന് ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് ടോപ്പിലേക്ക് പോകും. പിന്നെ ആ കാണുന്ന ആ മലയുടെ മേലേക്ക് കയറാൻ കഴിയും. ഈ പാറയുടെ മേലേക്ക് കയറാൻ കഴിയും. അത് ക്ലൈംബ് ചെയ്യുന്ന കുറച്ച് റിസ്ക്കാണ്. ഞാൻ മുമ്പ് അതിൻ്റെ മേലെ ഒരു വട്ടം കയറിയിട്ടുണ്ട്. അതിലേക്ക് കയറാൻ ഒരു കയറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ ആ കയറൊന്നും കാണുന്നില്ല. ഇല്ലെങ്കിൽ അള്ളിപ്പിടിച്ച് കയറാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇവിടെ ഇരുന്ന് ഇതൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചിട്ട് മുകളിലേക്ക് പോകും. കുറച്ചും കൂടി അപ്പുറത്തോട്ട് പോകുന്നുള്ളൂ. ഓ, കുറേ ആയിട്ട് മല കയറാനൊന്നും പോകാത്തതുകൊണ്ട് ഭയങ്കര കുഴക്കാൻ പറ്റുന്നുണ്ട്. ഓ, കട്ടാറി വ്യൂ ആട്ടോ അവിടെ. ഓക്കെ, കുറച്ചും കൂടി മേലെത്തിയപ്പോഴുള്ള വ്യൂ ആണിത്. ഇതിനകത്ത് നമ്മുടെ മുന്നിൽ കാണുന്നത് കൊളകപ്പാറ. അതിന് വേറെന്തോ പേരുണ്ട് എനിക്കറിയില്ല. ഓക്കെ, എന്തോ വേറൊരു പേരും കൂടി അതിന് പറയും. ഇതാണ് പാറ അല്ലെങ്കിൽ ആട്ടുപാറ, അങ്ങനെയാണ് ഇപ്പോൾ താഴ്ന്ന് ഒരു പക്ഷേ ആട്ടുപാറ എന്നില്ലായിരിക്കും ഒറിജിനൽ പേര്. ഞാനൊക്കെ കേട്ട് ഇങ്ങനെ ചെക്കന്മാർ പറഞ്ഞ് കേട്ടറിഞ്ഞിട്ട് പാറ. ഓക്കെ, പാറയാണ് ഈ മുന്നിൽ കാണുന്നത്. ഇനി നമ്മുടെ ദൂരെ കാണുന്നത് ചെമ്പ്ര, ഇവിടെയായിട്ട് മുട്ടിൽമല, മണിക്കുന്ന് മല, അതേണ്ട ഇത് ചെമ്പ്രയുടെ മേലെ അവിടെ കടുവക്കുഴി അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. കടുവക്കുഴി. ഇനി ഇതാണ് മഞ്ഞപ്പാറയുടെ വീഡിയോ ഞാൻ ചെയ്തത് എൻ്റെ ചാനലിലുണ്ട്. നല്ലൊരു ലൊക്കേഷനാണ്. ടെൻ്റൊക്കെ അടിക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. ഞാൻ ടെൻ്റൊക്കെ അടിച്ചിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ ഉള്ള ഈ പക്ഷിപ്പാറ ഇവിടെ ടെൻ്റ് അടിക്കുക. ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ പണ്ട് വന്ന് ടെൻ്റ് അടിക്കുമായിരുന്നു. ഇപ്പോൾ ആരെയും കാണാറില്ല അധികം. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ 1-2 ആൾക്കാരൊക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ആരുമില്ല. ഓക്കെ, ഇനി ഈ കാടും മറഞ്ഞതിൻ്റെ അപ്പുറേ അവിടെയായിട്ട് ഒരു മലയുണ്ട്. കാണുന്നില്ല, ഞാൻ കുറച്ചും കൂടി അപ്പുറത്തോട്ട് എത്തിയിട്ട് അവിടുത്തെ വിഷയം എടുത്തരാം. ഈ നൈസായിട്ട് ഈ കാടിൻ്റെ ഉള്ളിലൂടെ ഞാൻ നടന്ന് അപ്പുറത്തോട്ട് പോവാം.
ഇപ്പുറത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് അമ്പൂത്തിമലയാണ്. അമ്പൂത്തിമലയുടെ ഒരു വീഡിയോ ചാനലിലുണ്ട്. ഓക്കെ, ഈ അമ്പൂത്തിമലയുടെ ഒരു വാൽവശമാണ് അത്. അതൊക്കെ നമുക്ക് അമ്പൂത്തിമല ക്ലൈം ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇതാക്കാം. ഹനുമാൻ മല എന്നൊക്കെ പറയുന്നൊരു ലൊക്കേഷനാണ് അത് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ കാണുന്നത്. എൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഞാൻ പറഞ്ഞ മഞ്ഞപ്പാറ. ഇത് മഞ്ഞപ്പാറൻ്റെ അപ്പുറത്തുള്ള കടുവക്കുഴി, അതൊക്കെ ഞാൻ കാണാം. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഇതാ പക്ഷിപ്പാറയുടെ ഇപ്പുറത്തെ വശം എന്ന് പറയുന്നത് കോറിയാണ്. അതായത് ഇപ്പുറത്തെ സൈഡിലേക്ക് മൊത്തം കല്ലെടുത്ത് പോയിരിക്കുകയാണ്. അത് കാണിച്ചു തരാം. ഇതാ അതാണ് അമ്പൂത്തിമല കേട്ടോ. അമ്പൂത്തിമലയുടെ വീഡിയോ ചാനലുണ്ട്. മാക്സിമം എല്ലാവരും പോയി കാണുമെന്ന് പറയുന്നു. പിന്നെ ഞാൻ പറഞ്ഞതിലൊരു വലിയ മിസ്റ്റേക്ക് ഇതാ, ഇത് ഇവിടേക്ക് കോറിയാണ്. ഇവിടെ നമുക്ക് ഇത്ര വരാൻ കഴിയുള്ളൂ. പിന്നെ അപ്പുറത്തോട്ട് കോറിയാണ്. ഇങ്ങനെ ഇറങ്ങി പോകുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. വലിയ കാര്യമായിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫാൻഡ് റോക്ക് അവിടെയാണെന്നാണ് വിചാരിച്ചിരുന്നത്. തുടക്കത്തിൽ കാണുന്നത് അവിടെയല്ല ഫാൻഡ് റോക്ക്. ഫാൻഡ് റോക്ക് ഇവിടെയായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് ഫാൻഡ് റോക്ക്. അതായത് അമ്പൂത്തിമലയുടെ മുന്നേ കാണുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്, അതാണ് ഫാൻഡ് റോക്ക്. അതെനിക്ക് പറഞ്ഞത് മാറിപ്പോയതാണ്. സോറി. എനിക്ക് ഫാൻഡ് റോക്ക് ഇവിടെയാണുള്ളത്. അപ്പോൾ ബേക്കിൽ കണ്ടത് ഏതാണെന്ന് എനിക്ക് അറിയില്ല. ഇത്രയാണ് മഞ്ഞപ്പാറയിൽ അവിടുന്ന് ഇങ്ങോട്ടും കാണാനുള്ള കാഴ്ചകൾ. നമുക്ക് തിരിച്ചവിടെ പോയി കുറച്ച് നേരം ശ്രമിക്കാം. മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, മഴ പെയ്യാൻ തുടങ്ങി. ഞാനിതാ ആ കാണുന്ന സ്ഥലമായിരുന്നു ഏതായിരുന്നു ഫാൻഡ് റോക്ക് എന്ന് കരുതിയിരുന്നത്. ഇത് ഫാൻഡ് റോക്ക് അല്ല, ഇത് വേറെ ഏതോ സെറ്റപ്പ് സ്ഥലമാണ്. എനിക്ക് വലിയ ഐഡിയ ഇല്ല ഏതാ സ്ഥലം. എന്തായാലും ഈ പാറയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇനിവേ അറിയില്ല. ഓക്കെ, എന്നാലും മഴ പെയ്യുന്നുണ്ട്. ഞാനിതാ ഈ മരത്തിൻ്റെ ഈ പാറയുടെ ചുവട്ടിലെങ്ങാനും പോയി നേരത്തെ. ഇപ്പം മഴ ചെയ്യാതെ ഇറങ്ങാനും പറ്റില്ല. ഏകദേശം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മഴ കൊള്ളൂലാന്ന് വിചാരിക്കുന്നു. ഇവിടെ ആയിരിക്കും വന്ന് ക്യാമ്പ് ഫയറൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു അഡ്വഞ്ചർ മൂഡിൽ വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ടൈം സ്ഥലമാണിത്. മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഇവിടുന്ന് വേറൊരു മല അങ്ങ് ദൂരെ കാണുന്ന വെച്ചാൽ ഇത് തമിഴ്നാട്ടിലാണ്. ഇത് സ്വാമിയാർമല എന്ന് പറയുന്നൊരു മലയാണ്, വ്യക്തമല്ല. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നല്ലൊരു ഉഗ്രൻ മൗണ്ടെയിൻ പോലെ കൂർത്ത മോനല്ലൊരു സാധനമുണ്ട്, അതും ക്ലിയർ ആവുന്നില്ല. ഇതാണത്. ഇതെന്ന് പറയുന്നത് ഊസിമല എന്നൊക്കെ പറയുന്ന റോക്ക് വുഡിലാണ്. പറ്റിക്കഴിഞ്ഞാൽ ഈ മലകളുടെ വീഡിയോയും ഞാൻ സമയം കിട്ടുന്ന പോലെ ചാനൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സോ സൈനിങ് ഓഫ്, വയനാട്. നീയൻ സംഗീതം